ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ് നമ്മൾ ടാക്സ് സ്ലാബിനെ കുറിച്ച് അല്ലെങ്കിൽ ടാക്സ് ബ്രാക്കറ്റ്സ് അല്ലെങ്കിൽ ടാക്സ് റേറ്റ് ഓരോരുത്തരും എത്രത്തോളം ടാക്സ് കൊടുക്കണം, എത്ര പെർസെൻറ്റേജ് ടാക്സ് പെർ ഇയർ കൊടുക്കണം എന്നുള്ള റേറ്റാണ് പഠിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ടാക്സ് റേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ടേംസിലാണ് ടാക്സ് പറയുന്നത്. അതായത് നിങ്ങൾ 10% ടാക്സ് കൊടുക്കണം. ഇപ്പോൾ GST ഒക്കെ ഇന്ത്യയിൽ പറയുന്ന സമയത്ത് നമ്മൾ പറയും 18% ഇതിൻ്റെ മേലുള്ള GST എന്നൊക്കെ പറയുന്നത്. അപ്പം എല്ലാ പെർസെൻറ്റേജ് ടേംസിലാണ് ആക്ച്വലി ടാക്സിൻ്റെ ബേസിസിൽ പറയാം. ഓക്കെ, സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം ടാക്സ് റേറ്റ്സിനെ കുറിച്ച്. സോ ടാക്സ് റേറ്റ്സിൽ നോക്കുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കാര്യം നമ്മൾ ആ സ്റ്റെപ്പായിട്ടാണല്ലോ പഠിക്കുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഫയലിംഗ് സ്റ്റാറ്റസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സിംഗിൾ, അതേപോലെ MFJ ആൻഡ് QSS, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്, MFS, മാരീഡ്, ഫയലിംഗ് സെപ്പറേറ്റ്, ഇങ്ങനെ സ്റ്റാറ്റസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓരോ സ്റ്റാറ്റസിനും ഡിഫറെൻറ്റ് റേറ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പെർസെൻറ്റേജസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനീഷ്യലി നമ്മൾ എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്തത്? ഓരോ ഫയലിംഗ് സ്റ്റാറ്റസ് ഇൻ ഡീറ്റെയിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ US മെയിൻലി ഇതാ 1, 2, 3, 4, 5, 6, 7 ഡിഫറെൻറ്റ് സ്ലാബ്സ് ആണ് വരുന്നത്. 7 ഡിഫറെൻറ്റ് സ്ലാബ് റേറ്റ്സ് ആണ് വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. സോ മെയിൻലി സ്റ്റാർട്ടിങ് വിത്ത് ദ ബേസിക്സ് 10%, അതായത് ബേസിക് ആയിട്ട് വരുന്നത് 10% ആണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് 12, 22, 24, 32, 35, 37 എന്നുള്ള രീതിയിൽ ഓരോന്നുണ്ട്. ആൻഡ് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാക്സ് റേറ്റ്സ്. ഇത് മാറും കേട്ടോ, എല്ലാ വർഷവും എന്ത് ചെയ്യും ഇവർ IRS റിവൈസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ലെറ്റ്സ് ഒരു ഇൻഡിവിജ്വൽ പറയുകയാണ് എൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഒരു എക്സ് എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ലെറ്റ്സ് അവർ 24% ആണ് ടാക്സ് ബ്രാക്കറ്റ് വരുന്നെങ്കിൽ അവർക്ക് കിട്ടുന്ന മൊത്തം ഇൻകത്തിൻ്റെ മേലെ 24% ടാക്സ് അടക്കുക എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. ദാറ്റ്സ് റോങ്. ആ രീതിയിലല്ല US വർക്ക് ചെയ്യുന്നത്. US പ്രോഗ്രസീവ് ടാക്സേഷൻ സിസ്റ്റമാണ്. അപ്പോൾ അടുത്ത ഡൗട്ട് വരും, എന്താ ഈ പ്രോഗ്രസീവ് ടാക്സേഷൻ? അത് ആദ്യം ഡിസ്കസ് ചെയ്യാം. അത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മുൻപോട്ട് പോയിട്ട് കാര്യമുള്ളൂ. സോ പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം വരക്കാം, അതുപോലെയാണ്. ഇതെന്താ? ഇത് ആക്ച്വലി ഒരു സ്റ്റെപ്പാണ് അല്ലേ, ഒരു സ്റ്റെപ്പ് പോലെയാണ് ഉള്ളത് അല്ലേ, ഇങ്ങനെ സ്റ്റെപ്പാണ്. സോ പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇതാ ഈ ഒരു പോയിന്റ് തൊട്ട് ഇവർ പറയും ഈ ഒരു പോയിന്റ് തൊട്ട് കളർ മാറ്റാം. ഇതാ ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ ഒരു റേറ്റ് ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് പറയും ഇതാ ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ അടുത്ത റേറ്റ് ആണ് എന്നുള്ള രീതിയിൽ ഓരോ സ്റ്റെപ്പ് ഇത്ര കഴിഞ്ഞാൽ പുതിയ റേറ്റ്, ഇത്ര കഴിഞ്ഞാൽ പുതിയ റേറ്റ്, ഇത്ര കഴിഞ്ഞാൽ പുതിയ റേറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പ്രോഗ്രസീവ് ടാക്സേഷൻ. സോ ഡിഫറെൻറ്റ് പോർഷൻ ഓഫ് ഇൻകം ആർ ടാക്സഡ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. അതായത് ഡിഫറെൻറ്റ് പോർഷൻ. ഇപ്പോൾ ഈ കേസ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പോയിന്റ് വരെ റേറ്റ് വേറെ ആയിരുന്നു, ഇവിടെ തൊട്ട് ഈ ഒരു പോയിന്റ് വരെ വേറെ റേറ്റ് ആയിരുന്നു, ഇനി അങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് എന്താണ് എമൗണ്ടിന് ഡിഫറെൻറ്റ് ടാക്സേഷൻ, ഡിഫറെൻറ്റ് പോർഷന് ഡിഫറെൻറ്റ് ടാക്സ് റേറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് ഇവർ എക്സാമ്പിളായിട്ട് കൊടുത്ത എന്താ ഒരു സ്റ്റെയർ കേസ് തന്നെയാണ്. ഇനി ഇൻകം ക്ലൈംസ് ത്രൂ ടാക്സ് ബ്രാക്കറ്റ്സ്, ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ യൂസ് ഇപ്പോൾ ഞാൻ പറഞ്ഞാലും മേ ബി നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ഒരു ഫുൾ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് തിരിച്ച് ആ ടാക്സ് ബ്രാക്കറ്റിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഇവിടെ നമ്മൾ പറയുന്ന പോലെ തന്നെ 5 ഫയലിംഗ് സ്റ്റാറ്റസ് ആണുള്ളത്. ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു MFJയും QSSും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതായത് MFJക്ക് കിട്ടുന്ന മാരീഡ് ഫയലിംഗ് ജോയിൻലിക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും കാര്യങ്ങളും QSSനും കിട്ടും, പക്ഷേ ജസ്റ്റ് ഫോർ 2 years. ആ ഡിഫറൻസ് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഇവരുടെ കാൽക്കുലേഷൻ ആസ്പെക്റ്റ് ഒക്കെ സെയിം ആണ്. 2 വർഷം എന്നുള്ള ക്രൈറ്റീരിയ ഡിഫറൻസ് ഉള്ളൂ. ബാക്കിയൊക്കെ ന്യൂമറിക്കൽ ടേംസിൽ എല്ലാം സിമിലർ ആണ്. സോ ഇവർ പറയാണ് 0 to ഒരാളുടെ ഇൻകം 0 to 11,925 വരെ ആണെങ്കിൽ 11,925 വരെ ആണെങ്കിൽ അവർ 10%, അതിൻ്റെ മേലെ 10% ടാക്സ് കൊടുക്കണം. സിംഗിളിൻ്റെ കേസാണ് പറയുന്നത്. ഇനി അവർ പറയാണ് അതിൻ്റെ മേലെ 11,925 മേലെ $1 കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 12% കിടക്കും. ആൻഡ് 11,926 തൊട്ട് അവർക്ക് കിട്ടുന്ന എല്ലാ എമൗണ്ടിൻ്റെ മേലെയും 48,475 വരെ $48,475 വരെ കിട്ടുന്ന എല്ലാ എമൗണ്ടിൻ്റെ മേലെയും 12% ടാക്സ് കൊടുക്കണം. അതേപോലെ ഇനി ഇതിൻ്റെ മേലേക്ക് കിട്ടുന്ന എല്ലാ എമൗണ്ടിൻ്റെ മേലെയും അത് 1,03,350 വരെ ഡോളേഴ്സ് കിട്ടുന്ന വരെ 22% ടാക്സ് കൊടുക്കണം. അങ്ങനെ ഓരോ റേറ്റിനും ഇവിടെ തൊട്ട് ഇവിടെ വരെ നിങ്ങൾ 10%, ഇവിടെ തൊട്ട് ഇവിടം വരെ എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ 12%, അതിൻ്റെ മേലേക്കാണെങ്കിൽ 22%, ഇനി അതിൻ്റെ മേലേക്കാണെങ്കിൽ
24 അങ്ങനെ ഇവർ കൂട്ടി പോകുന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഓരോ എമൗണ്ടും ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ വരും, ഈ ഓരോ എമൗണ്ടും ബൈ ഹാർട്ട് ചെയ്യണോ എന്നുള്ളത്. ഫോർ ദ ടൈമിങ് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ഇങ്ങനെ വരും. ഇതിപ്പം കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. സോ ഇതിങ്ങനെ ചെയ്ത് വരുമ്പം നമുക്ക് നമ്മൾ പോലും അറിയാതെ ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട, മനസ്സിലാക്കാൻ സാധിക്കും. സോ ഫോർ ദ ടൈം ബിങ് ഇത് കാണാപ്പാടം പഠിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് സ്റ്റെപ്പ് അപ്രോച്ച് വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ ബേസിസിൽ നമുക്ക് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഇവിടെ ഒരു സിംഗിൾ ടാക്സ് പെയർ ആണ്. നമ്മളെ ടാക്സ് പെയറിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സിംഗിൾ ആണ്, ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ആൻഡ് ഇയാളുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് $32,000 ആണ്. $32,000 ആണ്. സോ നമുക്കറിയുന്ന പോലെ ഈ കാര്യങ്ങൾ നമ്മൾ സ്ലാബിൽ പോയി നോക്കും. സിംഗിൾ ആണ് ആള്. സോ സിംഗിൾ 0 to 11,925 വരെ അവർ 10% കൊടുത്താൽ മതി. അതിൻ്റെ മേലേക്ക് വരുന്നതിന് 12% കൊടുക്കണം എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. സോ നമ്മൾ ഫസ്റ്റ് ലെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 to 11,925 വരെ എന്ത് ചെയ്താൽ മതി, ഇവർ 10% കൊടുത്താൽ മതി. സോ ഞാൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എത്രയാണ് 11,925 ഇൻറ്റു 10% ചെയ്തപ്പം എനിക്ക് 1192.50 കിട്ടി. സോ ഇത് ഞാൻ നോട്ട് ചെയ്ത് വെച്ച്. ഇനി അതിൻ്റെ മേലേക്ക് വരുന്ന എല്ലാ എമൗണ്ടിനും നമ്മൾ എത്ര പെർസെൻറ്റേജ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്, 12% കൊടുക്കണം എന്നാണ് പറഞ്ഞത്. സോ ഈ ഒരു എമൗണ്ട് മാത്രം ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അതിൻ്റെ മേലേക്ക് വന്നിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. കാരണം $32,000 ആയിരുന്നു ഇയാളുടെ ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ ആകെ എത്ര കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ, 11,925 ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ മേലേക്കുള്ള എമൗണ്ടിന് എന്ത് ചെയ്യണം, 12% വെച്ച് ടാക്സ് ചെയ്യണം. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എത്ര എമൗണ്ട് ഉള്ളത്, 32,000 നിന്നും നമ്മൾ ആദ്യം കുറച്ച 11,925 ഡിഡക്ട് ചെയ്തു. സോ ബാക്കി വരുന്നത് 20,075 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ബാക്കി ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെ 12% വെച്ച് ടാക്സ് ചെയ്തപ്പം എത്ര എനിക്ക് കിട്ടി, 20,750 ഇൻറ്റു 12% ചെയ്ത സമയത്ത് എനിക്ക് 2,409 എന്ന് പറയുന്ന ഫിഗർ കിട്ടി. 2,409 എന്ന് പറയുന്ന ഫിഗർ കിട്ടി. സോ നേരത്തെ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ഈ ഒരു എമൗണ്ടും അതേപോലെ പുതുതായിട്ട് കണ്ടുപിടിച്ച ഈ ഒരു എമൗണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാ, 1,192.50 പ്ലസ് 2,409 എന്ന് പറയുന്ന രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എത്ര കിട്ടിയത്, $3,601.50. ഇതാണ് ആക്ച്വലി ഈ ഒരു സിംഗിൾ പേഴ്സൺ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് ആയിട്ട് ഈ വർഷം ടാക്സ് റേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരിക. ഇനി ഈ ഒരു ഇൻഡിവിജ്വലിനെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ഇൻഡിവിജ്വലിനെ നിങ്ങൾ കണ്ടു, ഈ ഒരു ഇൻഡിവിജ്വൽ നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് പറയാണ് എൻ്റെ ഇൻകം എന്ന് പറയുന്നത് 32,000 ആണ്. സോ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ നമ്മൾ ചിന്തിക്കുക 32,000 ഇവിടെ എവിടെയാണ് വരിക, നമ്മൾ മൊത്തം അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. 32,000 ഒരു സിംഗിൾ എന്ന നിലയിൽ എവിടെയാണ് വരിക നോക്കുമ്പോൾ ഓക്കെ ഇതാ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. സോ ഈ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇയാൾ എത്രയാണ്, 12% ടാക്സ് കാറ്റഗറി അല്ലെങ്കിൽ 12% റേറ്റ് വരുന്ന ടാക്സ് സ്ലാബിലെ ടാക്സ് ബ്രാക്കറ്റ് വരുന്ന ഇൻഡിവിജ്വലാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇയാൾ അടക്കേണ്ട ടാക്സ് എത്രയാണ്, 12% ആണ് എന്നായിരിക്കും നമ്മൾ പ്രാക്ടിക്കലി പറയാം. പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പ്രോഗ്രസീവ് ടാക്സ് ആയതുകൊണ്ട് ഇയാൾ ഫുൾ എമൗണ്ടിനും 12% ആണോ പേ ചെയ്തത്, അല്ല, കുറച്ച് 10%ഉം ബാക്കി 12% ആയിരുന്നു പേ ചെയ്ത്. സോ ഇയാൾ ഇഫക്റ്റീവ്ലി മൊത്തത്തിൽ എത്രയാണ് ടാക്സ് പേ ചെയ്ത് യഥാർത്ഥ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടില്ലേ. 10% ആണ് മൊത്തത്തിൽ പേ ചെയ്ത്, അല്ല 12% ആണ് മൊത്തത്തിൽ പേ ചെയ്തത്, അതുമല്ല. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് ഉണ്ട്. അത് ആക്ച്വലി നമുക്ക് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ലാസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് അത് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു മൊത്തമായിട്ട് കൊടുത്തിരിക്കുന്ന ടാക്സ് റേറ്റിൻ്റെ ബേസിൽ മൊത്തമായിട്ട് കൊടുത്ത ടാക്സിൻ്റെ എമൗണ്ട് എത്രയാ, 3,601.50 എന്ന് പറയുന്ന എമൗണ്ട് ആയിരുന്നു കൊടുത്തത്. സോ ഇയാൾ കൊടുത്ത എമൗണ്ട് ഡിവൈഡഡ് ബൈ ഇയാൾ കിട്ടിയ മൊത്തം ഇൻകം എത്രയായിരുന്നു, 32,000. ഇയാൾ കിട്ടിയ മൊത്തം ഇൻകം എന്ന് പറയുന്നത് 32,000. സോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, നമുക്ക് കിട്ടിയ മൊത്തം നമ്മൾ പേ ചെയ്ത മൊത്തം എത്രയാണ് ടാക്സിൻ്റെ എമൗണ്ട് എടുത്തു, ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ ഇൻകം വെച്ച് ഡിവൈഡ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് 10 അല്ല 12 അല്ല, ഇതിൻ്റെ ഇടയിൽ 11.25
11.25 എന്ന് പറയുന്ന എമൗണ്ട് ആണ്. സോ 11.25% ആണ് ഇഫക്റ്റീവ്ലി ഞാൻ എൻ്റെ ഇൻകത്തിൻ്റെ മേലെ ടാക്സ് ആയിട്ട് കൊടുത്തത്. സോ നിങ്ങൾക്ക് ആ ടേബിൾ നോക്കിയാൽ അത് കാണാൻ പറ്റില്ല. 11.25 ഈ ടേബിളിൽ ഇല്ലല്ലോ, അവിടെ 10ഉം 12 ആണല്ലോ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ പ്രോഗ്രസീവ് ടാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇഫക്റ്റീവിൻ്റെ മിഡിലായിട്ടാണ് വരിക. ഇതിനാണ് ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് എന്ന് പറയുക. സോ ക്വസ്റ്റ്യൻസിൽ ഇഫക്റ്റീവ് ടാക്സ് റേറ്റ്സും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ വീഡിയോ ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത് കുറേ ടാക്സ് റേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ ഫയലിംഗ് സ്റ്റാറ്റസിനും ടാക്സ് റേറ്റ് ഡിഫറെൻ്റ് ഉണ്ട്. US മെയിൻലി ഈ 7 കളർ മാറ്റാം. ഓക്കെ, ഈ 7 ടാക്സ് റേറ്റ്സ് ആണുള്ളത്. 10, 12, അതേപോലെ 22, 24, 32, 35, 37 എന്നുള്ള രീതിയിൽ 7 സ്ലാബ്സ് ആണുള്ളത്. ആൻഡ് ഇതിൽ തന്നെ ഓരോന്നിനും എമൗണ്ട് ഡിഫറെൻ്റ് ഉണ്ട്. സോ MFJയിലേക്ക് വരുമ്പം എന്താ പറയുക, അല്ലെങ്കിൽ QSSലേക്ക് വരുമ്പോൾ സിംഗിളിനെ പോലെ ഇത്ര റിജിഡ് അല്ല. ഇവിടെ 23,850 വരെ ജസ്റ്റ് 10% കൊടുത്താൽ മതി. അതേപോലെ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡിലേക്ക് വരുമ്പോൾ ഈ 11,925 അല്ല, പകരം $17,000 വരെ 10% കൊടുത്താൽ മതി. അപ്പോൾ അവർക്കൊക്കെ ബെനിഫിറ്റ് കൂടുതലാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഫയലിംഗ് സ്റ്റാറ്റസ് നല്ല ബെനിഫിറ്റ്സ് കിട്ടും, ചിലവർക്ക് ബെനിഫിറ്റ്സ് തീരെ കിട്ടില്ല. അപ്പോൾ ഏറ്റവും ബെനിഫിറ്റ് കുറഞ്ഞ ആരാ? നിങ്ങൾ ഈ ഒരൊറ്റ ടേബിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും ബെനിഫിറ്റ് കുറഞ്ഞ ആൾക്കാരാണ് സിംഗിളും അതേപോലെ MFSഉം. സിംഗിളും അതേപോലെ MFSനുമാണ് ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കുറവ് ടാക്സ് ബെനിഫിറ്റ്സും കാര്യങ്ങളും കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആർക്കാ? MFJ അല്ലെങ്കിൽ QSSനാണ്. സോ ഡിഫറൻസും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇത് ഞാൻ ഓരോന്ന് ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ കാര്യമില്ല, കൈൻഡ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ആയിരിക്കും. ഈ ഒരു ഒറ്റ പോയിന്റ് പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ എക്സാമ്പിൾ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പ്രോഗ്രസീവ് ടാക്സ് എന്താ, എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആൻഡ് ഫൈനലി ഇഫക്റ്റീവ് റേറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് മൂവിങ് ഓൺ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ആൻഡ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്, ആക്ച്വലി നമ്മൾ ഇവിടം വരെ എത്തി, ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ള ഏരിയാസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഡ്യൂ ഡേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എത്ര റേറ്റ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അടുത്ത ചോദ്യം വരിക, ഏത് ഡേറ്റിനാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്, ഏത് ഡേറ്റിനാണ് ഫയൽ ചെയ്തതെങ്കിൽ പെനാലിറ്റി വരിക, നമ്മൾ എത്ര പലിശ അടക്കേണ്ടി വരും, നമുക്കെതിരെ കേസ് വരുമോ, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളില്ലേ. സോ ഡ്യൂ ഡേറ്റ്സും പെനാൽറ്റീസിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ അപ്കമിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ മൂവ് ടു ദ നെക്സ്റ്റ് വീഡിയോ.